2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് കാപ്പിയുടെ കൂടെ കഴിക്കാനായിട്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇലയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വാഴയില വെച്ചിട്ടല്ല, ഇലമംഗലത്തിൻ്റെ ഇല വെച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത്. നമ്മളത് പറിക്കാനായിട്ട് പോവുകയാണ്. ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി തന്നെയാണ്. ആ വഴിയുടെ സൈഡിലായിട്ടാണ് ഈ ചെടിയുള്ളത്. ഇത് ചെറിയ കുഞ്ഞു ചെടിയാണ്, പക്ഷെ ഇത് വലിയ മരമാവും. ഇവിടെ ഉള്ളത് കുഞ്ഞു ചെടിയാണ്. ഇതാണ് ഇലമംഗലത്തിൻ്റെ ഇല. ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇലയിൽ അട ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് വയലിൽ. അത് ഒരുപാടൊന്നുമില്ല, കുറച്ച് കവുങ്ങും അതുപോലെ തന്നെ കുറച്ച് വാഴയൊക്കെ ഉണ്ട്. പിന്നെ വയലിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഋതുവേട്ടനും വിധുവേട്ടനെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നത്. അവർക്ക് വീട്ടിലിവിടെ മുറ്റത്ത് കളിക്കുന്നതിലും കൂടുതൽ ഇഷ്ടം അവർക്ക് ഇങ്ങനെ വയലിലേക്കൊക്കെ വന്ന് കളിക്കാനാണ്. ഇവിടെ വഴിയിൽ വന്ന് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിന് ഉറക്കം വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊരു വാശി കാണിക്കുന്നുണ്ട്. അപ്പോൾ വിധുവേട്ടൻ ഞാൻ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇലയൊക്കെ പറിച്ച് വീട്ടിലേക്ക് വരാണ്. നമ്മളിതിന് പഴം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമാണ്. ഈ പഴം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഈ അരച്ചെടുത്ത പഴത്തിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇതിലേക്ക് നമുക്കൊരു തേങ്ങയും കൂടെ ആവശ്യമുണ്ട്. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയിലേക്ക് ഇത് വെച്ചിട്ട് ഉള്ളിൽ കുറച്ച് തേങ്ങയും വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. പിന്നീട് നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വിറകിൻ്റെ അടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത്. എന്താ വെച്ചാൽ വിധുവേട്ടന് ഒരു രക്ഷയില്ല, അവന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെ കൊണ്ടൊരു രക്ഷയില്ല. അപ്പോൾ ഞാനിത് ഓരോന്നായി ഇങ്ങനെ വെച്ചിങ്ങനെ വേവിച്ചെടുക്കുകയാണ്. എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാം ഓരോന്നായി. അപ്പോൾ നമുക്കൊന്ന് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വിധുവേട്ടന് തിരക്കായി. അമ്മ വെന്തിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതാ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വിധുവേട്ടന് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.